ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട റോസ്റ്റാണ്. അപ്പോൾ ആ കാടമുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഒരു 15 കാടമുട്ട ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കാടമുട്ടേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു 3 സവോള, ഒരു 10 ചെറിയ ഉള്ളി, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി. ഇതൊരു വലിയ കഷ്ണം വെളുത്തുള്ളിയാണ്. ഒരു 5-6 ചെറിയ കഷ്ണം വെളുത്തുള്ളിയുടെ അളവുണ്ടാകും. കുറച്ച് പുതിനയില, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. പുതിനയില വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതിഷ്ടമല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. മുട്ടയൊക്കെ ഒന്ന് നമുക്കത് വരഞ്ഞെടുക്കണം. അപ്പം എല്ലാ മുട്ടയും ഇതുപോലെ ചെറുതാക്കി അതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വരഞ്ഞെടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താലും മതിയാകും. എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക, എന്നാലത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പുതിനയിലയും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് ചേർക്കുക. അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുതിനയിലയും ചേർക്കുക. പുതിനയില ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഒരു ചീനച്ചട്ടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ സവാള അരിഞ്ഞത്, പച്ചമുളകും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്കുന്ന ഈ സവോളയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ എണ്ണ വരും. ആ എണ്ണയിലേക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, കുരുമുളക് അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് അതിലിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ചേർത്താലും മതി. അതൊരു 1/4 ടേബിൾ സ്പൂൺ വരെയും ചേർക്കാം. അതും ആ നടുക്കിലായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു മിനിറ്റിന് ശേഷം എല്ലാ സവോളയും കൂടെ ചേർത്ത് നന്നായിട്ട് തീ കുറച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതെല്ലാം ഇട്ടതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ട് എല്ലാം മൊത്തത്തിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അടി കൂട്ടി ചേർത്ത് വഴറ്റണം. എല്ലാം ഇങ്ങനെ ഒന്ന് പരത്തി വയ്ക്കുമ്പോൾ പെട്ടെന്നൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും കൂട്ടി ഇളക്കുക. വീണ്ടും ഒന്ന് പരത്തി വയ്ക്കുക. അതിന് ശേഷം അടി ചേർത്തൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. എല്ലാം ഏകദേശം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. തിളപ്പിച്ചാറിയ വെള്ളമാണ് എപ്പോഴും ചേർക്കുന്നത് നല്ലത്. അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഞാൻ ഒരു 1/2 ഗ്ലാസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. സിമ്മിലിട്ട്
ഒരു 2 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സവോളയും തക്കാളിയൊക്കെ നന്നായി വെന്ത് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കാടമുട്ട ചേർത്ത് കൊടുക്കാം. എല്ലാ കാടമുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. മസാലയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കാനാണ്. ചെറിയ തീയിൽ വെച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.